1950 ജനുവരി 26 രാവിലെ 10:18 നമ്മുടെ രാജ്യത്തിന് സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ടാകുന്നതും ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായും രാഷ്ട്രത്തലവനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിയമിതനായി ഒരു സ്വതന്ത്രമായ ഭരണഘടനയോടുകൂടി രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് പോയത് 1950-ലാണ്. അന്നു മുതൽ ഇങ്ങോട്ട് ഓരോ വർഷവും റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നുണ്ട്. ഈ ദിവസത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി തെളിയിക്കുന്ന ഒരു ദിവസവും കൂടിയാണ്. പ്രത്യേകിച്ച് സൈനിക ശക്തി, ആയുധ ശക്തിയൊക്കെ തെളിയിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. ഇന്ത്യ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. ആയുധശക്തിയിലൊക്കെ വളരെ മുന്നേറി നിൽക്കുന്ന മറ്റ് രാജ്യങ്ങൾക്കൊക്കെ മാതൃകയാകുന്ന തരത്തിൽ സ്വന്തമായി യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളുമൊക്കെ നിർമ്മിക്കാൻ പര്യാപ്തമായ നിലയിൽ ആയുധ ശക്തിയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം വളരെ മുന്നിലാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യവുമാണ്. എന്നാൽ മറുഭാഗത്ത് ഈ സ്വതന്ത്ര ഇന്ത്യയിൽ പ്രത്യേകമായ രാജ്യം ഭരിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ ഒരു മൺകൂനകൾ മാത്രം കാണാൻ കഴിയുന്ന ബുൾഡോസർ രാജിന്റെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോകുന്നത്. രാജ്യത്തിന്റെ ഭരണം കൈയാളിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഓശാന പാടുന്ന ആളുകൾക്ക് മാത്രമേ രാജ്യത്ത് സ്വാതന്ത്ര്യമുള്ളൂ, അവർക്ക് മാത്രമേ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് 77ാമത് റിപ്പബ്ലിക് ആചരിക്കുമ്പോഴും നാം വളരെ ഗൗരവത്തോടെ, വളരെ ദുഃഖത്തോടു കൂടി ഓർക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ രാജ്യം എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നൽകുന്ന നമ്മുടെ ഈ രാജ്യത്ത് ഒരു മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെ ധ്വംസിക്കുവാൻ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുവാൻ മുന്നോട്ട് വരുന്നവൻ്റെ കൈക്ക് പിടിക്കാൻ കഴിയണം, അല്ലെങ്കിൽ അവർക്കെതിരെ ഉറക്കെ ശബ്ദിക്കാനെങ്കിലും കഴിയണം. അത് ഓരോ പൗരൻ്റെയും അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലം നമ്മുടെ ഈ മണ്ണിൽ സ്വതന്ത്രരായി സന്തോഷത്തോടെ എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഐക്യത്തോടെ